സോ ഹായ് ഗൈസ്, കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S21 FE ഇൻ 2024 ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000 മേടിക്കുന്നത് വർത്താണോ അല്ലയോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ സ്ട്രെയിറ്റ് ആൻസറാണ് നോ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയിൽ. അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയ റീസൺ നോക്കുകയാണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FEയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറേ യൂസേഴ്സിന് ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ പ്രോബ്ലം കാണാൻ കിട്ടുന്നുണ്ട്. ഗ്രീൻ ലൈൻ ഇഷ്യൂസ്, വൈറ്റ് ലൈൻ ഇഷ്യൂസൊക്കെ. അപ്പോൾ എൻ്റെ സാംസങ് ഗാലക്സി S21 FEയുടെ വീഡിയോൻ്റെ താഴെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ ലൈൻ ഇഷ്യൂ വീഴുന്നുണ്ടെന്ന്. പിന്നെ കുറേ യൂസേഴ്സ് പറയുന്നുണ്ട് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ, വൈറ്റ് ലൈൻ ഇഷ്യൂസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്നുകൊണ്ട് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ട്. ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കുറേ പേര് പറയുന്നുണ്ട് അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരുന്നില്ലേ സ്ക്രീന്, അവർക്ക് അതിന് വേണ്ടിയിട്ട് കാശ് വയ്ക്കേണ്ടത്. അപ്പോൾ ഒരു മിക്സ്ഡ് റിവ്യൂസാണ്. പിന്നെ നിങ്ങൾ ട്വിറ്ററിൽ പോയി നോക്കിയാലും സാംസങ് ഗാലക്സി S21 FE ഗ്രീൻ ലൈൻ ഇഷ്യൂസ് അടിച്ചെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ റിസൾട്ട്സ് വരും. കുറേ യൂസേഴ്സിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് സാംസങ് ഗാലക്സി S21 FE. അടുത്ത പ്രോബ്ലം നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ ഇത് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയ പ്രോബ്ലം, പക്ഷേ ഞാനിത് ട്വിറ്ററിൽ കണ്ടതാണ്, വിച്ച് ഇസ് എക്സ്. അപ്പോൾ ട്വിറ്ററിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു സ്നാപ്ഡ്രാഗൺ 888 വേരിയൻറ്റിൽ UFS 2.2 സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് UFS 3.1. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സിനോസ് വേരിയൻറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ UFS 3.1 സ്റ്റോറേജാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് തൽക്കാലം ഇല്ല സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. AnTuTu ബെഞ്ച് മാർക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷൻ വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോറേജ് സ്പീഡ് ടെസ്റ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും UFS 2.1 സ്റ്റോറേജ് ആണോ UFS 3.1 സ്റ്റോറേജ് ആണോ എന്ന്. കുറേ യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, ഇവിടെ കുറേ പേര് പറയുന്നുണ്ട് UFS 2.1 സ്റ്റോറേജ് അല്ല കൊടുത്തിരിക്കുന്നത്, UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി ഇവിടെ കണ്ടില്ലേ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്. കണ്ടില്ലേ, സാംസങ് ഗാലക്സി S21 FE UFS 2.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, AnTuTu ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിൽ UFS 2.2 സ്റ്റോറേജ് ആണോ കൊടുത്തിരിക്കണതെന്ന്. എക്സിനോസ് വേരിയൻറ്റിൽ UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിവൈസിൽ സ്നാപ്ഡ്രാഗൺ 888 എക്സിനോസ് 2100 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസസ്സർ 3 വർഷം മുമ്പത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറാണ്. പിന്നെ ഈ പ്രൊസസ്സർ സാംസങ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഓപ്റ്റിമൈസേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. TSMC ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര പവർ ഹംഗ്രി പ്രൊസസ്സറായി മാറിയിരുന്നില്ല. ഇതിൽ നമുക്ക് എത്രയും പവർ ഉണ്ടായിട്ടും നമുക്ക് ഇതിൽ കുറച്ച് ഫോൺ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലാഗ് ആവാൻ തുടങ്ങും. അതേമാതിരി നമ്മൾ ഗെയിമിങ്ങൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഫോൺ നന്നായിട്ട് ഫ്രെയിം ഡ്രോപ്സ് കാണാൻ കിട്ടും. ഓക്കെ, അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ചൂട് കാലത്ത് മീൻസ് എൻ്റെ ഇവിടെ 41 ഡിഗ്രിയാണ്. അപ്പോൾ 41 ഡിഗ്രിയിൽ നിങ്ങൾ ഈ ഫോണ് വൈഫൈയിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വൈഫൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബൊക്കെ വല്ലതും കാണുകയാണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാക്ക് സൈഡും ഈ ഫ്രെയിംസും നന്നായിട്ട് ചൂടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊബൈൽ ഡാറ്റ വെച്ചിട്ട് 4G 5G വെച്ചിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബാറ്ററി എത്ര പെട്ടെന്ന് ഇറങ്ങും, അതേ സമയത്ത് ഫോൺ നന്നായിട്ട് ചൂടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ചൂടാവുന്നതുകൊണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങും, പിന്നെ ബാറ്ററിയുടെ ലൈഫിലും ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോണ് അത്ര സജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പവർഫുള്ളാണ്, പക്ഷേ പിന്നെ നിങ്ങൾ പറയും 3 വർഷം മുമ്പത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്, എത്ര പവറൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ പവർ കൊണ്ടാണ് നിങ്ങൾ എന്താ ചെയ്യണേ? ബാറ്ററി എഫിഷ്യൻ്റ് അല്ല. പിന്നെ കുറച്ചൊന്ന് ഹെവി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ നന്നായിട്ട് ചൂടാവും, അത് കഴിഞ്ഞിട്ട് ലാഗ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സർ കിട്ടിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് 30,000 ഉള്ളിൽ വേറെ കുറേ നല്ല നല്ല ഫോണുകൾ കിട്ടുന്നുണ്ട്. അത് വേണമെങ്കിൽ 30,000 നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ സാംസങ് ഗാലക്സി M55 മേടിക്കുക. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത്രയും പവർഫുള്ളായ പ്രോസസ്സർ ഒന്നല്ല കൊടുത്തിരിക്കുന്നത് കമ്പയർഡ് ടു ദ കോമ്പറ്റീഷൻ. 7 Gen 1 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത്ര പവർഫുള്ളായ പ്രോസസ്സറല്ല, പക്ഷേ നിങ്ങളുടെ ഡേ ടു ഡേ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ ക്വൈറ്റ് കേപ്പബിൾ ആയ പ്രോസസ്സറാണ്. പക്ഷേ ഗെയിമിങ്ങിന് പറ്റിയ ഒരു പ്രോസസ്സർ അല്ലാതെ. പിന്നെ UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 26-27,000 ആ ഫോൺ സെയിലാവുന്നത്, അതിൻ്റെ ബേസ് വേരിയൻറ്റ്. അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആയ പ്രോസസ്സറാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. അതിൽ ഡ്രോബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ
ടെലിഫോട്ടോ ലെൻസ് കിട്ടില്ല, പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ. നിങ്ങളുടെ യൂസേജ് അത്ര ഹെവി യൂസേജ് ഒന്നും അല്ലെങ്കിൽ വേറെ ഒരു ഫോൺ കൂടി ഞാൻ സജസ്റ്റ് ചെയ്യാം, വിച്ച് ഇസ് സാംസങ് ഗാലക്സി S23 FE. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 40,000 ആണ്. പക്ഷേ 2 to 3 months കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും 30,000 ഉള്ളിൽ വരും. പക്ഷേ അതിൽ എക്സിനോസിൻ്റെ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ടെലിഫോട്ടോ ലെൻസ് വിത്ത് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഒക്കെ വേണമെങ്കിൽ ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കമ്പയർഡ് ടു സാംസങ് ഗാലക്സി S21 FE, സാംസങ് ഗാലക്സി S23 FEയുടെ ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററിയാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സാംസങ് ഗാലക്സി S23 നിങ്ങൾക്ക് 45,000 ഉള്ളിൽ കിട്ടും. അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. കുറച്ച് കാശൊക്കെ ചേർത്ത് വയ്ക്കാനായിട്ട് 45,000 സാംസങ് ഗാലക്സി S23 മേടിക്കുക. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കോമ്പാക്റ്റായ ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഫോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത റീസൺ നോക്കാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FE ലോഞ്ച് ആയപ്പോൾ ഇതിൻ്റെ ക്യാമറ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ആയിരുന്നു. ഫ്ലാഗ്ഷിപ്പ് ഫോൺസായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ മെയിൻ ക്യാമറ എപ്പോഴും കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മെയിൻലി മേടിച്ചത് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് കാരണമാണ്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസൊക്കെ ഈ ഫോൺ മേടിച്ചപ്പോൾ നല്ല ഫോട്ടോസായിരുന്നു ക്ലിക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ഡേ ലൈറ്റ് കണ്ടീഷൻസ് നിങ്ങൾ പുറത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ നല്ല ഒരു എഡ്ജ് ഡിറ്റക്ഷൻ കിട്ടില്ല നിങ്ങൾക്ക്. അതേ സമയത്ത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് അത്ര നല്ല ക്ലിയർ ആയിട്ട് ഉള്ള ഫോട്ടോ കിട്ടില്ല. അപ്പോൾ ആ ചെറിയൊരു ഡ്രോബാക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതേമാതിരി നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ ഈ ഫോൺ ഇറങ്ങിയപ്പോൾ നല്ല വൈഡ് ആംഗിൾ ഷോട്ട്സൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ അത്ര നല്ല ഫോട്ടോസ് എടുക്കണില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. അതിലെനിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മെയിൻ ക്യാമറയും ഇതിൻ്റെ സെൽഫി ക്യാമറയും എനിക്ക് വലിയ കംപ്ലയിൻ്റ് ആയി തോന്നുന്നില്ല. പക്ഷേ വൈഡ് ആംഗിളും ടെലിഫോട്ടോ ലെൻസിൻ്റെയും പെർഫോമൻസ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഗിവിങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഇതൊക്കെയായിരുന്നു റീസൺസ് വൈ യു ഷുഡ് നോട്ട് കൺസിഡർ ബൈയിങ് സാംസങ് ഗാലക്സി S21 FE in 2024 under the price range of 30,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്